എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൂന്നാം പാഠമായ സമവാക്യത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. മൂന്നാമത്തെ ഭാഗം രണ്ടാമത്തെ സമവാക്യങ്ങൾ എന്നാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ സമവാക്യങ്ങൾ പേജ് നമ്പർ 27 മുതലാണ്. അതുവരെയുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞതാണ്. പക്ഷെ വളരെ വിഷമത്തോടുകൂടിയാണ് വീണ്ടും പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഇത് കാണുന്നില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഭാഗം എങ്ങനെ മനസ്സിലാവും എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. നിങ്ങളത് കാണുക, അല്ലാതെ പരീക്ഷയ്ക്ക് എങ്ങനെ പോയി നിങ്ങൾ എഴുതും? അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഇതിന് മുമ്പത്തെ 2 ക്ലാസ്സുകൾ കാണുക. ഇത് മൂന്നാമത്തെ ഭാഗമാണ്, രണ്ടാം കൃതി സമവാക്യം. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗം കാണുന്നത്. ഏതൊരു ഭാഗത്ത് നമ്മൾ വർഗത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പൈതഗോറസ് തിയറം എന്ന് പഠിച്ചപ്പോൾ ഒരു സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നത്. 4ന്റെ വർഗം എന്ന് പറയുന്നത് 4നെ 4 കൊണ്ട് തന്നെ ഗുണിക്കുന്നതാണ്. 4നെ 4 കൊണ്ട് തന്നെ ഗുണിച്ചാല് 16 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ 4 വർഗം അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ എന്നാണ് പറയാ. 4നെ 4 കൊണ്ട് തന്നെ ഗുണിച്ചാലാണ് അതിന്റെ വർഗമായ 16 കിട്ടുന്നത്. ഇനി 10ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 10ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 10നെ 10 കൊണ്ട് തന്നെ ഗുണിക്കുക. 10നെ 10 കൊണ്ട് ഗുണിച്ചാല് 100. അപ്പൊ 100 എന്ന് പറയുന്നത് 10ന്റെ വർഗമാണ്. 8ന്റെ വർഗം എന്ന് പറഞ്ഞാലോ? 8ന്റെ വർഗം എന്ന് പറഞ്ഞാല് 8നെ 8 കൊണ്ട് തന്നെ ഗുണിക്കും. 8 61. ഇനി 12ന്റെ വർഗം എന്ന് പറഞ്ഞാല് 12നെ 12 കൊണ്ട് തന്നെ ഗുണിക്കും. 12 ഗുണിക്കുന്ന 12 144. അങ്ങനെ ഒരു 1 മുതൽ 25 വരെ സംഖ്യകളുടെ വർഗം നമ്മൾ പഠിക്കാൻ അന്ന് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗവും അതുപോലെ വർഗമൂലവും കാണുന്നത്. ഇനി അടുത്തത് നമ്മള് വർഗമൂലം എന്നാണ്. വർഗമൂലം ഇവിടെ 16ന്റെ വർഗമൂലം എന്താണെന്ന് ചോദിച്ചാല് ഈ 16 കിട്ടാൻ ഏത് സംഖ്യയെ 2 പ്രാവശ്യം വിളിച്ചിട്ടാണ് നോക്കുക. അപ്പൊ 16ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാല് എന്താണ്? 16നെ കിട്ടാൻ ഏത് സംഖ്യ 2 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് 16 കിട്ടിയത്? 4നെ 4 കൊണ്ട് വിളിച്ചപ്പോഴല്ലേ 16 കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? 16ന്റെ വർഗമൂലം സമം 4 എന്ന് പറയും. ഇനി വർഗമൂലം എഴുതുന്ന ചിഹ്നമുണ്ട്. അതായത് ചിഹ്നത്തിന്റെ ഉള്ളിൽ 16 എഴുതിയാല് വർഗമൂലം 16 ആണ്. അല്ലെങ്കിൽ 16ന്റെ വർഗമൂലം എത്രയാണ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാ? 16ന്റെ വർഗമൂലം എന്ന് പറഞ്ഞിട്ട് 16നെ 4 കൊണ്ട് 4നെ വിളിച്ചപ്പോഴാണ് 16 കിട്ടിയത്. അല്ലെങ്കിൽ 4 2 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് 16 കിട്ടിയത്. അപ്പോൾ 16ന്റെ വർഗമൂലം സമം 4. അതുപോലെ 100ന്റെ വർഗമൂലം എന്തായിരിക്കും? അപ്പോൾ നമ്മൾ 100ന്റെ വർഗമൂലം എന്ന് പറയുന്നതിന് പകരം എഴുതുന്നതാണ് വർഗമൂലത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് 100 എഴുതുന്നത്. അത് നിങ്ങൾ പുസ്തകത്തിൽ കാണിച്ചു തന്നിട്ടില്ല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ 100 എന്ന് പറയുന്നത് എന്താണ്? 10നെ 10 കൊണ്ട് ഗുണിക്കുന്നതാണ്. 10 ഗുണം 10 ആണ് 100 അല്ലെ? അല്ലെങ്കിൽ 10ന്റെ വർഗമാണ് 100. അപ്പോൾ 100ന്റെ വർഗമൂലം എന്തായിരിക്കും? ഇവിടെ 2 പ്രാവശ്യം 10നെ ഗുണിച്ചപ്പോഴാണ് 100 കിട്ടിയത്. അപ്പോൾ 10 എന്ന് പറയുന്നത് 100ന്റെ വർഗമൂലമായിരിക്കും. അല്ലെങ്കിൽ 100ന്റെ വർഗമൂലം സമം 10. ഇനി അപ്പൊ ഇപ്പൊ നമ്മളിവിടെ കണ്ട വേറൊരു സംഖ്യയാണ് 64. 64 എങ്ങനെയായിരുന്നു കിട്ടിയത്? 8ന്റെ വർഗമാണ് 64. അല്ലെങ്കിൽ 64ന്റെ വർഗമൂലം ഇപ്പൊ എന്തായിരിക്കും? 64ന്റെ വർഗമൂലം 8നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 64 കിട്ടുന്നത്. ഒരു 8 എടുക്കാം. 64ന്റെ വർഗമൂലം സമം 8. എന്നോട് പറയാം 144ന്റെ വർഗമൂലം. 144ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ 144 കിട്ടാൻ ഏത് സംഖ്യ ഏതുകൊണ്ട് ഗുണിച്ചതാണ്? 12നെ 12 കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് 144 കിട്ടുന്നത്. അപ്പോൾ 144ന്റെ വർഗം സമം വർഗമൂലം സമം 12. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കണക്കുകൾ കാണുന്നത് ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചാല് ഇവിടെ സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വശം ഗുണിക്കണം വശം. അപ്പൊ നമ്മൾ സമചതുരം പരിഗണിച്ചാല് ഇവിടെ നമ്മളൊരു സമചതുരം എടുക്കും. ഈ സമചതുരത്തിന്റെ പരപ്പളവ് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഇരിക്കട്ടെ. ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ വശത്തിന്റെ നീളം എത്ര? ഇതിന്റെ വശത്തിന്റെ നീളം എത്ര? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? ഇവിടെ 100 എന്ന് പറഞ്ഞത് ഏത് സംഖ്യനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചതാണെന്ന് നോക്കിയാൽ പോരെ.
അപ്പൊ നമുക്കറിയാം 10നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുക. അപ്പൊ 100 പരപ്പളവായ ഒരു സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? 100ന്റെ വർഗമൂലമായ 10 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ വർഗം എന്താണ്, വർഗമൂലം എന്താണെന്നാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. അത് രണ്ടാം കൃതി സമവാക്യത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. അപ്പൊ ഇത്രയും ദിവസം ഇതിന് മുമ്പത്തെ ക്ലാസ് പോലെ അത്ര എളുപ്പമല്ല, കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ആദ്യത്തെ ഭാഗങ്ങള് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ വർഗവും വർഗമൂലം ഇവിടെ കണ്ടുകഴിഞ്ഞു. നോക്കാം. ഇതിനോട്ട് ഞാൻ ആദ്യമേ തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നോട്ട് പറഞ്ഞിരുന്നു. ഈ പേജ് നമ്പർ 28 6 ചോദ്യം. പേജ് 28 6 ചോദ്യങ്ങളിൽ വർഗമൂലം കണ്ടെത്തുക അതാണ് ചോദ്യം. എളുപ്പമാണ്. ഞാനിവിടെ കൂടാ, നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാനിവിടെ കൂടാൻ എളുപ്പത്തിൽ ശരിയാണോ നോക്കാൻ. 25ന്റെ വർഗമൂലം ഒന്നാമത് പറഞ്ഞത് 25ന്റെ വർഗമൂലം എന്നാണ്. ഇവിടെ നമ്മള് 25ന്റെ വർഗമൂലം എന്നുള്ള 25ന്റെ ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർഗമൂലം 25 എന്ന് എഴുതാം. എന്താണ് 25ന്റെ വർഗമൂലം? എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? 25 എന്ന് പറഞ്ഞ സംഖ്യ ഏത് സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാലാണ് കിട്ടാൻ നോക്കുക. 25നെ നമ്മൾ അതേ സംഖ്യകൾ നമ്മൾ വിളിച്ചാൽ 5 ഗുണം 5 ആണ് 25. അപ്പൊ 25ന്റെ വർഗമൂലം സമം 5. ഇങ്ങനെ ബാക്കിയുള്ളവർ നോക്കിയാലോ. 625ന്റെ വർഗമൂലം അന്ന് കണ്ടതാണ് നമ്മൾ ഈ സംഖ്യ. 625നെ ഏത് സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുക. ഏത് സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ 625 കിട്ടുന്ന അറിയാം. നമുക്ക് കണ്ടുപിടിക്കാം. 25 ഗുണം 25 ആണ് 625. 625ന്റെ വർഗം സമം 25. മൂന്നാമത്തെ ചോദ്യം 256. 256 എന്ന് പറയുന്നത് ഏത് സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ്? 16 പിടിക്കണം 16. അപ്പോൾ 16 എന്ന് പറയുന്നത് 256ന്റെ വർഗമൂലമാണ്. ശരിക്കും പെട്ടെന്ന് എഴുതുന്നത് നിങ്ങള് സംഖ്യയുടെ വർഗമൂലം പഠിക്കുക, വർഗങ്ങളെ പഠിക്കാം. ഒരു 25 വരെ സംഖ്യയുടെ വർഗങ്ങൾ എഴുതി പഠിക്കാൻ എളുപ്പം കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഘടകക്രിയ ചെയ്ത് കണ്ടുപിടിക്കും. 196ന്റെ വർഗമൂലം 196 എന്ന് പറയുന്നത് 14 പിടിക്കണം 14. 2 14 പിടിക്കുമ്പോഴാണ് ഇത് ഗുണിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ വർഗമൂലം സമം 14. നമ്മുടെ ഉണ്ട് 81. 81ന്റെ വർഗമൂലവും 400ന്റെ വർഗം. 81 വളരെ എളുപ്പമല്ലേ? 81 എന്ന് പറയുന്നത് എന്താണ്? 9 ഗുണം 9 ആണ് 81. അപ്പോൾ വർഗമൂലം 81 സമം 9. 400 4 എന്ന് പറയുന്നത് 2 ഗുണം 2 അല്ലേ? അപ്പോൾ 20 ഗുണം 20 ആണ് 400. 20 ഗുണം 20 ആകുമ്പോൾ വർഗമൂലം 400 സമം 20. ഇതാണ് ഒന്നാമത്തെ എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സംഖ്യ തന്നിരുന്നാല് അതിന്റെ വർഗമൂലം കണ്ടെത്താൻ. അപ്പോൾ ഇത് ഇത്രയും കണക്കുകൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. ചിലർ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ തന്നിരുന്നതാണ്. ഇനി 1-2 ചോദ്യങ്ങൾ കൂടെ നോക്കാം. സമചതുരാകൃതിയായ ഒരു തോട്ടത്തിന്റെ പരപ്പളവ് 400 ചതുരശ്ര മീറ്റർ ആയാൽ തോട്ടത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കും? ഒരു സമചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. ഒരു സമചതുരം ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് തന്നിരിക്കുക. പരപ്പളവ് 400 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വശത്തിന്റെ നീളം എന്താണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ്? സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. സമചതുരത്തിന്റെ പരപ്പളവ് സമം വശം ഗുണം വശം, അല്ലെങ്കിൽ
വശത്തിന്റെ വർഗം, വശം സ്ക്വയർ. രണ്ട് വശം കുടിക്കുന്നതിന് പോലെ നമുക്ക് എന്ത് എഴുതാം? വശത്തിന്റെ വർഗം. അപ്പൊ ഇതാണ് എന്ത് തന്നിരിക്കുന്നത്? 400. അപ്പൊ വശത്തിന് നമ്മള് വശത്തിന് ഏകം അങ്ങനെ കൊടുത്താല് വശത്തിന്റെ വർഗം എന്താണ്? ഇവിടെ എയുടെ വർഗം എ സ്ക്വയർ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്താ തന്നിരിക്കുന്നത്? എ സ്ക്വയർ സമം 400 തന്നിരിക്കുന്നു. അതായത് ഒരു സംഖ്യയായ എയുടെ അല്ലെങ്കിൽ ഈ വശത്തിന്റെ സ്ക്വയർ ആണ്, വർഗമാണ് 400. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആ വശത്തിന്റെ നീളം? എന്ത് ചെയ്താൽ മതി? എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ വർഗമൂലം കണ്ടുപിടിച്ചാൽ. വർഗമൂലത്തിന്റെ ചിഹ്നം എന്താണ്? വർഗമൂലം 400 എന്നതിന് പകരം ഒരു സംഖ്യയുടെ ചിഹ്നം ഉപയോഗിച്ച് എഴുതാം. ഇപ്പൊ കണ്ടു കഴിഞ്ഞതാണ് വർഗമൂലം 400 എന്ന് പറയുന്നത്. ഏത് രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ്, ഏത് സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് 400 കിട്ടുന്നത്? ഒരേ സംഖ്യ ആണെങ്കിൽ 20 ഗുണിക്കണം 20 ആണ് 400. അപ്പോൾ ഒരു വശത്തിന്റെ നീളം 20 അല്ലെങ്കിൽ 400ന്റെ വർഗമൂലം സമം 20. അപ്പൊ വശത്തിന്റെ നീളം സമം 20 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ട് തിരിച്ചാണ് കാണുന്നത്. സാധാരണ വശം തന്നിട്ട് പരപ്പളവ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ പരപ്പളവ് സമം വശം ഗുണം വശം. ഇവിടെയോ പരപ്പളവ് തന്നു എന്നിട്ട് അതിന്റെ വശം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഏത് രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോഴാണ് ഉത്തരം കിട്ടിയതെന്ന് നോക്കുക. അതിനു വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടുപിടിച്ചാൽ മതി. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കണക്കൂടെ നോക്കിയാലോ? ഒരു സംഖ്യയുടെ വർഗത്തിന്റെ 3 മടങ്ങ് 147 ആണെങ്കിൽ സംഖ്യ. ഒരു സംഖ്യയുടെ വർഗത്തിന്റെ 3 മടങ്ങ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുക? ഒരു സംഖ്യ നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. ഇനി അതിന്റെ വർഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ സംഖ്യയുടെ വർഗം മനസ്സിലാവാനാണ് എത്ര സ്റ്റെപ്പൊക്കെ എഴുതുന്നത്. സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. വർഗം എന്ന് പറയുന്നത് എക്സ് ഗുണം എക്സ് ആണ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ, എക്സിന്റെ വർഗം എക്സ് റേസ് ടു 2. ഇനി ഈ സംഖ്യയുടെ വർഗത്തിന്റെ 3 മടങ്ങ്, 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി, അതായത് 3 എക്സ് സ്ക്വയർ സമം 147. നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു സമവാക്യം കിട്ടി. ആ സമവാക്യത്തില് എക്സിന്റെ കൃതിയാണ് ഇവിടെ 2 എന്ന് പറഞ്ഞത്. ഇതിന് രണ്ടാമത്തെ സമവാക്യമാണ്. ടൈറ്റിലായിരുന്നു രണ്ടാമത്തെ സമവാക്യം. അതായത് ഒരു സംഖ്യയുടെ വർഗത്തിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 3 മടങ്ങ് 147 ആണ്. അങ്ങനെയെങ്കിൽ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സംഖ്യയുടെ വർഗത്തിന്റെ 3 ഇരട്ടി 147 എങ്കിൽ സംഖ്യ എത്ര? അപ്പൊ എന്ത് ചെയ്യാ? ഈ സമവാക്യത്തിൽ നിന്ന് നമ്മള് എക്സിന്റെ വില കണ്ടുപിടിക്കുക അല്ലെ? അപ്പോൾ ഇതിന്റെ സമവാക്യത്തിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഏതോ ഒരു സംഖ്യയുടെ 3 ഇരട്ടിയാണ് 147 അല്ലെ? 3 ഗുണം എക്സ് സ്ക്വയർ സമം 147 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മാത്രം എങ്ങനെ കണ്ടുപിടിക്കുക? 147ന്റെ 3 എന്നല്ലേ? 147 ഹരിക്കണം 3. 147 3 ചേർത്ത് കിട്ടും 147 ഹരിക്കണം 3. ഒന്നിലില്ല 14ല് 4 പ്രാവശ്യം 12, 14 12 പോയ 2, 27 എഴുതി. 27 3 എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യം. 9 3 27 ശിഷ്ടം 0. അപ്പൊ നമുക്കിവിടെ ഉത്തരം കിട്ടി 49 അല്ലെ? അപ്പൊ ഒരു സംഖ്യയുടെ വർഗം 49 ആണെങ്കിൽ സംഖ്യ എങ്ങനെയാണ്? എക്സ് സമം വർഗമൂലം 49. 49ന്റെ വർഗമൂലം 49 എന്ന് പറഞ്ഞാൽ എന്താണ്? 49 എന്ന് പറയുന്നത് ഏത് രണ്ട് സംഖ്യയെ വിളിച്ചപ്പോഴാണ് കിട്ടിയത്? 7നെ 7 കൊണ്ട് തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 49ന്റെ വർഗമൂലം സമം 7. അതായത് തന്നിരിക്കുന്ന സംഖ്യയുടെ സംഖ്യ എത്രയായിരിക്കും? സംഖ്യ സമം 7. അപ്പൊ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് 7 ഗുണം 7 49. 49ന്റെ 3 മടങ്ങാണ് 147. ഉത്തരം കിട്ടിയില്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 28ലാണ്. അപ്പൊ ഇത്രയും നോട്ടുകൾ നിങ്ങൾ ഇതിനു മുമ്പ് തന്നിരുന്ന നോട്ടിന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ അത് മുഴുവൻ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള നോട്ടാണ് ഇത് നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ള നോട്ട്
നോട്ടുകളും ഇതുവരെയുള്ള പോർഷനും ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകുമ്പോൾ. അപ്പൊ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക, ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കാണുക. നോക്കാം അടുത്തത് ഘടകക്രിയ ചെയ്യുന്നത് എങ്ങനെയാണ്. അടുത്തതായിട്ട് ഘടകക്രിയ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഘടകക്രിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രണ്ടാമത്തെ സമവാക്യങ്ങളുടെ ഘടകങ്ങൾ എഴുതുക. വെറുതെ നിങ്ങൾ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 10ന്റെ ഘടകങ്ങൾ എഴുതുകയാണ്. 10നെ നമ്മള് 5 ഗുണിക്കണം 2 എഴുതാം അല്ലെ. അപ്പോൾ ഇവിടെ 10ന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 5 ഒരു ഘടകമാണ്, 2 ഒരു ഘടകമാണ്. അതായത് ഈ 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 10 കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് 10 എഴുതാമെന്ന് നോക്കിയാൽ 5 ഗുണിക്കണം 2. അതുപോലെ ഈ രണ്ടാമത്തെ സമവാക്യങ്ങളിൽ നമുക്ക് ഘടകങ്ങൾ എഴുതാൻ പറ്റും. അതിനായിട്ട് ഉദാഹരണത്തിന് പുസ്തകം തന്നിരിക്കുന്നത് ഒരു സമചതുരം. ഇവിടെ എക്സ് എന്ന് വശമുള്ള ഒരു സമചതുരം, ഇവിടെ ഞാൻ 1 പേരിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു 5 സെന്റിമീറ്ററോടെ നീട്ടി ഒരു വലിയ ചതുരമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആകെ നീളം എന്തായിരിക്കും? ഈ ചതുരത്തിന്റെ ആകെ നീളം x+5 ആണ്. എക്സിന്റെ കൂടെ 5 കൂട്ടിയാണ് എക്സ് കൂടുന്ന 5 ആണ്. വീതിയോ എക്സ് തന്നെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? അവിടുത്തെ ചിത്രത്തിലെ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പരപ്പളവ് എഴുതുന്ന പോലെ തന്നെ പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതി, നീളം ഗുണം വീതി. അപ്പൊ ഇവിടുത്തെ നീളം എന്താ? വീതിയാണ്. ഇവിടുത്തെ നീളം x+5 വീതി എക്സും. എക്സ് ഗുണിക്കണം x+5. അപ്പോൾ ഈ ഉത്തരം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ നമുക്ക് ഇപ്പൊ അറിയത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് പഠിക്കും. അപ്പൊ നമുക്കറിയാൻ ഒരു കാര്യമുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ചതുരങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു സമചതുരം 1 എഴുതിയതും 2 എഴുതിയ ഒരു ചതുരം. ഇവിടെ എക്സ് നീളം വീതിയാണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ചതുരത്തിന്റെ, ഈ വലിയ ചതുരത്തിന്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ചെറിയ 2 ചതുരങ്ങളുടെ പരപ്പളവിന്റെ തുകയാവില്ലേ? അപ്പോൾ നമ്മള് ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടാലോ? ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് സമം, അവിടെയും പരപ്പളവ് സമം നീളം ഗുണം വീതി തന്നെയാണ്. എക്സ് ഗുണം എക്സ്, എക്സ് ഗുണിക്കണം എക്സ് സമം x² എഴുതാലോ. ഇനി രണ്ടാമത്തെ പരപ്പളവ് എങ്ങനെയായിരിക്കും കാണുക? രണ്ടാമത്തെ പരപ്പളവ് എന്ന് പറയുന്നത് ഇവിടെ ഈ നീളം ഗുണിക്കണം വീതി, ഇവിടെ നീളവും വീതിയും ഗുണിച്ചാല് 5 ഗുണിക്കണം എക്സ്, 5x കിട്ടി അല്ലെ. അപ്പോൾ ഇവിടുത്തെ ആകെ പരപ്പളവ് എന്തായിരിക്കും? 1ന്റെയും 2ന്റെയും കൂടെ ആകെ പരപ്പളവ്, 1ന്റെയും 2ന്റെയും കൂടെ പരപ്പളവ് എത്രയായിരിക്കും? ആദ്യത്തെ പരപ്പളവ് x², രണ്ടാമത്തെ പരപ്പളവ് 5x അല്ലെ. അപ്പോൾ ഈ x²ഉം 5x കൂടെ കൂട്ടുന്നത് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയ വലിയ പരപ്പളവ്. ആദ്യത്തെ വലിയ പരപ്പളവ് എന്തായിരുന്നു? x+5 × x. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x+5 ഗുണം എക്സ് സമയം ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് 2 ഒരു ബ്രാക്കറ്റ് ഇടണം സമം x² + 5x എന്ന് കിട്ടി അല്ലെ. അപ്പോൾ ഇവിടെ ഈ 2 കാര്യങ്ങൾ ഒന്ന് തന്നെയല്ലേ? നമ്മൾ ആദ്യം കണ്ട x+5 × x എന്ന് പറയുന്നത് തന്നെയാണ് ഒന്നാമത്തെ പരപ്പളവായ x²ഉം രണ്ടാമത്തെ പരപ്പളവായ 5x കൂടെ കൂട്ടപ്പെടും. അപ്പൊ x² + 5x ഉം x+5 × x ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാം, ഈ x+5 × x ന്റെ എന്ത് രൂപമാണ്? അതിന് വിപുലീകരിച്ച രൂപമാണ് x² + 5x. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാലോ, ഈ x² + 5x ന്റെ 5x സമം നമ്മൾ എന്ത് എഴുതി? x+5 × x എന്ന് എഴുതി. അപ്പോൾ ഇവിടെ x+5 ഉം x ഉം എന്തിന്റെയാ? ഘടകങ്ങളാണ്. ഏതിന്റെ ഘടകങ്ങള്? ഏതിന്റെ ഘടകങ്ങളാണ്? x² + 5x ന്റെ ഘടകങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മള് ഒരു എന്താ ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഘടകങ്ങളാക്കി എഴുതാൻ പറ്റും. അപ്പോൾ x² + 5x എന്ന് പറയുന്നത് x+5 × x ന്റെ അതിനോട് തുല്യമാണ്. അപ്പൊ ഇതെങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം. x × x സമം x². വീണ്ടും 5നെ x കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? +5x എന്ന് കിട്ടും. അപ്പോൾ x² + 5x ഉം x+5 × x ഉം
ഒരേ കാര്യം തന്നെയാണ്. ഇതിന്റെ ഘടകരൂപമാണ് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ്. കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെയുള്ള കുറെ കണക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഘടകരൂപത്തിൽ എഴുതാൻ. അതൊന്ന് നോക്കിയാലോ. പേജ് നമ്പർ 29 ഘടകരൂപത്തിൽ എഴുതുക. ഘടകരൂപത്തിൽ എഴുതുക. ഒന്ന് y² - 3 y² - 3y ഘടകരൂപത്തിൽ എഴുതും. ഇത് ഘടകരൂപത്തിൽ എഴുതാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ y² എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. y ഗുണം y ആണ്. ഗുണിക്കണം 3y എന്ന് പറഞ്ഞാലോ 3 ഗുണിക്കണം y ആണ്. നമ്മൾ ആ ഇൻഡു ചിഹ്നം അവിടെ ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? ഇവിടെ y ഗുണം yക്കകത്തൊരു y ഉണ്ട്, 3 ഗുണം yക്കകത്തൊരു y ഉണ്ട്. അപ്പൊ ആ yനെ നിങ്ങൾക്ക് പുറത്തെടുക്കാം. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഒരു y പുറത്തെടുത്താൽ ബാക്കി ഒരു y ഉണ്ട്. ഇവിടുത്തെ ചിഹ്നം നോക്കുക, നെഗറ്റീവ് ചിഹ്നമാണ്. ഇവിടെ മൈനസ് കഴിഞ്ഞാല് ബാക്കിയുള്ളത് 3 ആണ്. അപ്പൊ y ഇൻറ്റു y മൈനസ് 3 ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഗുണിച്ചാൽ y ഗുണം y, y² y ഗുണം 3 3y രണ്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? y ഒരു ഘടകമാണ്, ഇനിയോ y മൈനസ് 3 മറ്റൊരു ഘടകമാണ്. അപ്പൊ ഇതാണ് y² മൈനസ് 3y ഘടകരൂപം. അടുത്തത് രണ്ടാമത്തെ 2a² പ്ലസ് 7a. 2a² പ്ലസ് 7a ഇവിടെ എങ്ങനെ എഴുതാം? 2a² എന്ന് പറഞ്ഞാൽ 2a ഗുണം a ആണ്. 7a എന്ന് പറഞ്ഞാൽ 7 ഗുണം a ആണ്. കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? പൊതുവായിട്ടുള്ള ഏതാണ്? ഇവിടെ ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു a ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു a നമുക്ക് എടുക്കാം. അപ്പോൾ a വെളിയിലെടുത്തു. പിന്നെ ബാക്കി എന്തൊക്കെയാണുള്ളത്? ഒരു 2 ഉണ്ട്, ഒരു a ഉണ്ട്, 2a. ഇവിടെയോ ഒരു 7 ഉണ്ട്, അതിന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ 2a പ്ലസ് 7. ഓക്കെ. അപ്പൊ a ഗുണം 2a പ്ലസ് 7 എന്ന് പറയുന്നത് ഏതിനോട് തുല്യമാണ്? രണ്ടാമത്തെ സമവാക്യമായ 2a² പ്ലസ് 7a തുല്യമാണ്. അപ്പൊ a ഇൻറ്റു 2a 2a², 7 ഗുണം a 7a. അടുത്തത് 3x² പ്ലസ് 12x. ഇതുപോലെ ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഘടകമാക്കാൻ നിങ്ങളൊന്നും മനസ്സിലാക്കി പഠിക്കാത്തേ ഉള്ളൂ. 3x² നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? 3x ഗുണം x എന്ന് എഴുതാം. 12നെയോ 12x 12നെ ഇതാക്കിയാലോ 3 ഗുണം 4 12x. നമ്മൾ എന്തിനാ എഴുതുന്നതെന്ന് അറിയോ? ഇതില് ഏതൊക്കെ സംഖ്യകൾ നമുക്ക് പൊതുവായി പുറത്തേക്ക് എടുക്കാം? പൊതുവായി പുറത്തേക്ക് എടുക്കാവുന്ന ഏതൊക്കെയാണ്? 3നെ പൊതുവായി പുറത്തേക്ക് എടുക്കാം. ഇവിടെ 3 ഉണ്ട്, x ഉണ്ട്, ഇവിടെയും x ഉണ്ട്. അപ്പൊ 3x പുറത്തോട്ട് എടുത്താൽ 3x പുറത്തേക്ക് എടുക്കാം. പിന്നെ ബാക്കി ആർക്കാണുള്ളത് നോക്കിയാൽ മതി. ഇവിടെ 3x എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ഒരു x ഉണ്ട്. ഇവിടെ 3x എടുത്തിട്ട് ബാക്കി ആരാണ്? ഒരു 4 ഉണ്ട്. അപ്പൊ x പ്ലസ് 4. 3x ഗുണം x പ്ലസ് 4 ആണ് 3x² പ്ലസ് 12xന്റെ ഘടകരൂപം. അപ്പൊ അതിൽ ഘടകങ്ങൾ 3 ഘടകമാണ്, x ഒരു ഘടകമാണ്, x പ്ലസ് 4 വേറൊരു ഘടകമാണ്. നാലാമത്തേത് m² പ്ലസ് 2m. m² എന്തുണ്ട്? m 2 പ്രാവശ്യം m ഗുണം m ആണ്. 2mലോ 2 ഗുണം m. ഘടകരൂപത്തിൽ എഴുതാൻ ആരെ എഴുതാൻ മതി? ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. വേറെ ആരില്ലല്ലോ. ആ m-നെ പുറത്തെടുക്കുക. ബാക്കി വന്നത് ഇവിടെ ആരാണ്? ഒരു m ഉണ്ട്, m എഴുതി. ഇവിടെ ബാക്കി ഒരു 2 ഉണ്ട്, പ്ലസ് 2 എന്ന് എഴുതി. m ഇൻറ്റു m പ്ലസ് 2, m ഇൻറ്റു m m², m ഇൻറ്റു 2 2m. നിങ്ങൾ തിരിച്ചു നോക്കുക ശരിയാണോ? അഞ്ചാമത് 7x² പ്ലസ് 21x.
ഇവിടെയോ 7x² x ഗുണം x എന്ന് എഴുതി. 21x-നെയോ 21-നെ 7ന്റെ മുഴുവനായിട്ട് എഴുതത്തില്ലേ? 7 ഗുണം 3 21x. ഇതിൽ ആരൊക്കെ വെളിയിലെടുക്കാൻ നോക്കാം. 7 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനിയോ x ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ 7x നമ്മൾ പുറത്തെടുത്തു. പിന്നെ ആരൊക്കെ ബാക്കിയുണ്ട്? ഇവിടെ ഒരു x ബാക്കിയുണ്ട്, പ്ലസ് ഇട്ടു. ഇവിടെ ഒരു 3 ബാക്കിയുണ്ട്. അപ്പൊ 7x ഗുണം x പ്ലസ് 3. ഇത്രയും കണക്കുകളാണ് നമുക്ക് ഇതിനകത്ത് എക്സസൈസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലെ 4 കണക്കുകളോട് നിങ്ങളുടെ പേജ് നമ്പർ 32-ലുണ്ട്. പേജ് നമ്പർ 32-ല് 4 കണക്കുകളുണ്ട്. അതും കൂടെ നിങ്ങൾ നോക്കാം. പേജ് നമ്പർ 32-ല് ഒന്നാമത്തെ കണക്ക് ഇവിടെ 6 എഴുതാം. m² പ്ലസ് 8m. m² പ്ലസ് 8m. എങ്ങനെയാ നമ്മൾ ഇതിനെ എഴുതുക? ഇവിടെ m² എന്ന് പറഞ്ഞാൽ m ഗുണം m ആണ്. 8m എന്ന് പറഞ്ഞാൽ 8 ഗുണം m ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു m പുറത്തെടുക്കാം അല്ലെ? 2 m ഉണ്ടല്ലോ, ബാക്കി m പ്ലസ് 8 എഴുതും. ഇതിലൂടെ m ഗുണം m പ്ലസ് 8 m² പ്ലസ് 8 തുല്യം. അടുത്ത ചോദ്യം 7-ാമത്തെ. a² മൈനസ് 4a. ഇവിടെ a² പകരം എഴുതാം a ഗുണം a മൈനസ് 4 ഗുണം a. ഇതിലേതാണ് കോമൺ ആയിട്ടുള്ളത്? 2-ലും a ആണ്. അപ്പം a ഗുണം 2-ലും a ഉണ്ടല്ലോ, ബാക്കി എന്തൊക്കെ ഇവിടെ ഉണ്ട്? ഒരു a ഇവിടെ ബാക്കിയുണ്ട്, മൈനസ് ഇട്ടു. ഇവിടെ ഒരു 4 ബാക്കിയുണ്ട്. ഇനി 8-ാമത്തെ ചോദ്യം. ഇതിൽ 3x² പ്ലസ് 5x. 3x² പ്ലസ് 5x. ഇവിടെയോ 3x ഗുണം x ആണ്, 5 ഗുണം x ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കേ, ഏത് മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരു x മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ പിന്നെ എന്തെങ്കിലും 3 ഉണ്ട്, പിന്നെ ഒരു x ഉണ്ട്. ഇവിടെ 5x x എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 മാത്രം. ലാസ്റ്റ് കണക്ക് 9-ാമത്തേത്. 2a² പ്ലസ് 10a. 2a² പ്ലസ് 10a. ഇവിടെ 2a² 2 a ഗുണം a ആണ്. 10-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 5 ആണ് 10. പിന്നെ a എഴുതാം, ഗുണം a. ഇവിടെ ഏതൊക്കെ എടുക്കാം? 2a ഉണ്ട്, ഇവിടെയുണ്ട്, 2ഉം a. അപ്പൊ 2a പുറത്തെടുക്കാം, ബാക്കി a പ്ലസ് 5. ഈ രണ്ടാമത് എഴുതിയ ഉത്തരങ്ങളൊക്കെ എന്താണ്? ആദ്യം എഴുതിയ 2-ാം കൃതി സമവാക്യം. സമവാക്യം അല്ലെങ്കിൽ ഇവിടെ 2-ാം കൃതി ബീജഗണിത രൂപം എന്ന് പറയും. സമവാക്യം എന്ന് പറയുമ്പോൾ സമം ചിഹ്നം ഉപയോഗിച്ച് എഴുതണ്ടേ? അപ്പൊ 2-ാം കൃതികളുടെ ഘടക രൂപങ്ങളാണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഞാൻ നോട്ട് വായിച്ചു തരാം. അപ്പൊ നിങ്ങള് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയെങ്കിൽ എക്സാം ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ നല്ല ബുദ്ധിമുട്ടാകും. 11 പാഠങ്ങളുണ്ട്. നമ്മൾ 3-ാമത്തെ പാഠം എത്തിയിട്ടേ ഉള്ളൂ. ഇനി കിടക്കുന്നുണ്ട് 8 പാഠങ്ങൾ. അപ്പോൾ ഈ പാഠം തന്നെ ഇപ്പൊ 3 ക്ലാസ് ആയി. എന്നിട്ട് ഇനിയുമുണ്ട് ഒരുപാട് എടുക്കാൻ. ക്ലാസ്സുകൾ കാണുക, നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക. കണ്ടില്ലെങ്കിൽ ആർക്കാവും നഷ്ടം വരിക? നിങ്ങളാണ് ഇത്രയും ബുദ്ധിമുട്ട്. എങ്ങനെയെങ്കിലും 10-ാം ക്ലാസ് പാസ്സാണെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോൾ സമയം കിട്ടുമ്പോൾ, സമയം എല്ലാവർക്കും കുറവായിരിക്കും, എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളും ഉള്ളവരാണ് എല്ലാവരും, നമ്മളും അതെ. അപ്പൊ ഞങ്ങളൊക്കെ സമയം കണ്ടെത്തി സ്കൂളിൽ വന്നിട്ട് ക്ലാസ് എടുക്കുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ? നോട്ടൊക്കെ ആണെങ്കിലും എഴുതിയിട്ട് അയച്ചു തരികയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കുക, നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ക്ലാസ്സുകൾ എല്ലാതും മുടങ്ങാതെ കാണുക. എല്ലാ വിഷയങ്ങളും, കണക്ക് പ്രത്യേകിച്ച്, കാരണം അത് എന്റെ വിഷയമാണല്ലോ, അതാണല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കാണുക, നോട്ടുകൾ കൃത്യമായി എഴുതി വയ്ക്കുക. എന്നാണ് സ്കൂൾ തുറക്കുന്നത് അന്ന് നിങ്ങളുടെ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സി മാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി സി വർക്ക് കുറച്ചും കൂടെ അധികം തരുവുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതുക. ഞാൻ അയക്കാൻ പറയുന്ന നമ്പറുകാർ അയച്ചു തരിക. ബാക്കിയുള്ളവര് കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.